ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു അടിപൊളി ബിസ്കോഫ് ഡെസേർട്ടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡെസേർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഡെസേർട്ടാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിലോ മാക്സിമം ഒരു 10 മിനിറ്റ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലേക്ക് ഇതുപോലെ ഈ ബിസ്കോഫ് ബിസ്ക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രീതിയിലൊന്ന് ഡെസേർട്ട് തയ്യാറാക്കി നോക്കേണ്ടി. കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിസ്കോഫ് ബിസ്ക്കറ്റ് ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യാനുസരണം മീൻസ് നമ്മൾ ഏത് ഡെസേർട്ട് തയ്യാറാക്കാൻ ഏത് ട്രേ ആണോ അതിന് ആവശ്യാനുസരണം അതൊന്ന് നിരത്തി കൊടുക്കണം അതിലേക്ക്. അപ്പം നിരത്തി കൊടുക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഞാൻ കുറച്ചൊരു കോഫി തയ്യാറാക്കിയിട്ടുണ്ട്. ചുടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കോഫി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വേറെ ഷുഗർ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പം ആ വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കോഫിയിലേക്ക് നമുക്ക് എന്താക്കാം, ഒന്ന് ബിസ്ക്കറ്റ് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ട്രേയിലേക്ക് നിരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കോഫിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ട്രേയിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വേണം ഈ ബിസ്ക്കറ്റ് നിരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ മൊത്തത്തിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള തിക്ക് ക്രീമാണ് കേട്ടോ. 250 ml 2 പാക്ക് തിക്ക് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 150 ml നെസ്ലേൻ്റെ ക്രീം എടുക്കുമ്പോൾ എപ്പോൾ 150 നെസ്ലേൻ്റെ ക്രീം തന്നെ നോക്കിയെടുക്കണം കേട്ടോ. അതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ 150 ml 2 ടിന്ന് ഞാൻ നെസ്ലേൻ്റെ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ട്രേയിലേക്കാണ് തയ്യാറാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും ഓരോന്ന് വീതം എടുത്താൽ മതി കേട്ടോ. ഒരു 150 ml നെസ്ലേൻ്റെ ക്രീമും അതുപോലെ തന്നെ 250 ml തിക്ക് ക്രീമും മാത്രം എടുത്താൽ മതി. ഇതിപ്പം അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പാക്ക് വീതം എടുക്കാം. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ബീറ്റർ യൂസ് ആക്കിയിട്ട് ബീറ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കാൻ മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സാക്കി എടുക്കാൻ മാത്രമേ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ചേർക്കുന്ന ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് കേട്ടോ. അത് ഞാൻ 3 ടീസ്പൂണ് നിറയെ ബിസ്കോഫ് സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ബിസ്കോഫ് സ്പ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബിസ്കോഫ് സ്പ്രെഡ് കിട്ടുന്നില്ല എന്നുണ്ടെച്ചാൽ നിങ്ങളൊരു 4-5 ബിസ്ക്കറ്റും 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഒരു നുള്ള വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഇതിലേക്ക് ഞാൻ പിന്നെ അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടിന്ന് ഫുള്ള് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓവർ മധുരം ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മളെ ബിസ്കോഫ് സ്പ്രെഡിനും നല്ല മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ ബിസ്ക്കറ്റിനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഒരു ടിന്ന് ഫുള്ളും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. എനിക്കിതൊരു ടിന്ന് ഫുള്ളും കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്കിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മാത്രമേ കേട്ടോ. എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് മിക്സാക്കി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഇതിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു തുല്യ നമുക്ക് എങ്ങനെയാണോ ഗാർണിഷ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ അപ്പോൾ ബിസ്കോഫ് സ്പ്രെഡ് കൊണ്ട് തന്നെയാണോ ഗാർണിഷ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. അപ്പം നിങ്ങൾ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ഡെസേർട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. കാരണം കണ്ടല്ലോ അത്രയും ഈസിയാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഗസ്റ്റ് എന്തെങ്കിലും വരാണെങ്കിലോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബിസ്കോഫ് സ്പ്രെഡ് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഇതാക്കിയതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിനൊരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഞാനിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾ കഴിക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്.
ഇത് ഞാനൊന്ന് ഡിസൈൻ കൊടുത്തതിന് ശേഷം കുറച്ച് ബിസ്ക്കറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് ചുറ്റിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 മണിക്കൂർ ഫ്രീസറിലും ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ട് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇത് സെറ്റായിട്ടില്ല കേട്ടോ, സെറ്റാവുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അത്രയ്ക്കും ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ, ഈ ഡെസേർട്ട് നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് സ്പ്രെഡും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടി. ബാക്കിയൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. തിക്ക് ക്രീമും സ്ലൈൻഡ് ക്രീമൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും കിട്ടും. അതുപോലെ തന്നെ ബിസ്കോഫിൻ്റെ ഇത് രണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഡെസേർട്ട് തയ്യാറാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രക്കും ടേസ്റ്റാണ്, അത്രക്കും ഈസിയാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കാൻ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കേണ്ടി. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ.